നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 2025 ജൂലൈ 30 മുമ്പായി തന്നെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ഗവൺമെൻറ് സേവനങ്ങൾ അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആധാർ കാർഡിൽ നിർബന്ധമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാത്ത പക്ഷം പിന്നീട് അവർക്ക് വളരെ രൂപത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക്, സർക്കാർ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക്, അതുപോലെ തന്നെ സർക്കാർ നമ്മൾ നൽകേണ്ട അപേക്ഷകൾക്ക് എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇക്കാര്യങ്ങളെല്ലാം ഈ മാസം 30 മുമ്പായി തന്നെ നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക. അതിലാദ്യത്തെ ഒരു കാര്യം, ഇപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തത് എന്നുള്ളത്. ഒരുപാട് ആളുകൾ പല പ്രാവശ്യവും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് ആളുകൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പ്രവാസികളായ ആളുകളാണെങ്കിൽ കൂടുതൽ ആളുകളും ചെയ്യാത്തത്. നിർബന്ധമായിട്ടും നാട്ടിൽ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇപ്പോഴും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത അധികം ആളുകളും ഉള്ളത്. ലിങ്ക് ചെയ്യാത്തത് മൂലം അവർക്ക് ഒരുപാട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. PM കിസാൻ അടക്കമുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് കൊടുത്ത ലാൻഡ് ഫോൺ നമ്പർ, അല്ലെങ്കിൽ പഴയ ഉപയോഗിച്ച മൊബൈൽ നമ്പർ എന്നിങ്ങനെയാണ് ഇപ്പോഴും അത് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് ആ സിം മറ്റൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കാതായി കഴിഞ്ഞാൽ 1 വർഷമോ 6 മാസമോ കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആ നമ്പർ കൊടുക്കുകയും അതിലേക്ക് വരുന്ന OTP അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിൽ പണം എടുക്കാൻ വരെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൈവശമുള്ള നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പ്രവാസികളെ പല ആളുകൾക്കും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നാട്ടിൽ വരുന്ന സമയത്ത് സിം എടുക്കും, ആ നമ്പർ അവിടെ കൊടുക്കും, പിന്നീട് തിരിച്ചു പോരുമ്പോൾ ആ സിം അവിടെ ഒഴിവാക്കും, പിന്നീട് അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ വേറെ സിം എടുക്കും. അങ്ങനെ പല സിമ്മുകൾ എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കാതെ കഴിഞ്ഞാൽ ആ നമ്പർ മറ്റൊരാൾക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ നമ്പറിലേക്ക് വരുന്ന OTP അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിലെ പണം എടുക്കൽ, നമ്മുടെ ആധാർ കാർഡ് തിരുത്തൽ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് പിന്നീട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡ് അപ്ഡേഷൻ. ഇപ്പോഴും ഒരുപാട് ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പഴയ രൂപത്തിലുള്ള ആധാർ കാർഡ് കൈവശം വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പെൻഷൻ മസ്റ്ററിങ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്റ്ററിങ് നടക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ, റേഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങൾക്കൊന്നും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും 30-40 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ പ്രത്യേകം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിലെ പേര്. നമുക്കറിയാം, നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് കാര്യമായിട്ട് രേഖയും കൊടുക്കാതെയായിരുന്നു അന്ന് ആധാർ കാർഡ് എടുത്തത്. അന്ന് കൂടുതൽ ആളുകളും കൊടുത്ത രേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡ്, അതല്ലെങ്കിൽ വോട്ടർ ID കാർഡ് എന്നിങ്ങനെ ഈ 2 രേഖ കൊടുത്താണ് പല ആളുകളും ആധാർ കാർഡ് എടുത്തത്. ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 10 വർഷം 15 വർഷം മുമ്പ് എടുത്ത ആധാർ കാർഡിൽ കൂടുതൽ ആളുകളും കൊടുത്ത രേഖ അത് മാത്രമായിരിക്കും. നമുക്കറിയാം, നമ്മുടെ റേഷൻ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID കാർഡിൽ നമ്മുടെ സർനെയിമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് തെറ്റുകളും ഉണ്ടായിരുന്നു. ചില വോട്ടർ ID കാർഡിൽ മലയാളത്തിൽ മാത്രമായിരുന്നു പേരുണ്ടായിരുന്നത്. അത് ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ പേര് റെഡിയാക്കി വെക്കുക. മറ്റെല്ലാ രേഖകളിലും ഉള്ളതുപോലെ തന്നെ ആധാർ കാർഡിലെയും രേഖ ക്ലിയറാക്കി വെക്കുക. അതുപോലെ തന്നെ അന്ന് കൊടുത്ത പല ആളുടെയും ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി കൊടുത്തിരുന്നില്ല. ഒരു മാസം കണക്കാക്കി വയസ്സ് മാത്രമായിരുന്നു അന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം, ആധാർ കാർഡിലെ തെറ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ തിരുത്തുക. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ ഓരോ തെറ്റുകളും സൂക്ഷ്മമായി പരിശോധിച്ച് എന്തെല്ലാമാണ് തെറ്റുകളുണ്ടെങ്കിൽ ഓരോന്ന് കൃത്യമായി തന്നെ തിരുത്തുക. തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴി നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ തിരുത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 2025 ജൂലൈ 30 കഴിഞ്ഞാൽ പിന്നീട് നിയമങ്ങളെല്ലാം കർശനമാക്കുകയാണ്. അതിനുമുമ്പായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം.